അഭിരാം കൊളുത്തൂപ്പുഴ ചെറുബാല്യത്തിലും നാദവിസ്മയം തീർത്ത ബാലൻ. ഇപ്പോൾ 15 വയസ്സെത്തുമ്പോഴും സംഗീതം പ്രാണനാക്കുന്ന അഭിരാമിൻ്റെ വിശേഷങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നു. ഞാൻ നിങ്ങളുടെ സ്വന്തം പ്രകാശ് പന്തളം. അഭിരാമേ, നമസ്കാരം. നമസ്കാരം. അപ്പം അഭിരാമിനെ കുറിച്ച് ഞാൻ ഓൾറെഡി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഒരു തുടക്കം മാത്രം. എങ്കിലും ഞാൻ ചോദിക്കുകയാണ്, അഭിരാമിൽ നിന്ന് തന്നെ കാര്യങ്ങളെല്ലാം അറിയാം. എവിടെയാണ് അഭിരാമിൻ്റെ സ്ഥലം, കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞേ. ഞാൻ താമസിക്കുന്നത് കൊളുത്തുപുഴയിലാണ്. കൊളുത്തുപുഴ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൻ്റെ അടുത്താണ്. ഞാൻ ഇപ്പം 10 കഴിഞ്ഞ് നിൽക്കുകയാണ്. 10ാം ക്ലാസ്സിലെ പരീക്ഷയും കഴിഞ്ഞ് നിൽക്കുക അല്ലേ? അടുത്ത് എന്താണ് പരിപാടി, പ്ലാൻ? അടുത്ത് ഇനി +1 സയൻസിലോട്ട് കയറാനാണ് പ്ലാൻ. അപ്പം അതല്ലല്ലോ നമ്മുടെ ഒരു വിഷയമെന്ന് പറയുന്നത്. താങ്കളുടെ ഒരു എന്താ പറയുക, പ്രത്യേകിച്ച് പാട്ടിനെക്കുറിച്ച് എനിക്ക് സത്യത്തിൽ കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു. നിങ്ങളുടെ ബന്ധുവായിട്ടുള്ള അനിൽ, അതായത് എൻ്റെ സുഹൃത്ത് അനിലാണ് ഈ ഒരു കാര്യം പറഞ്ഞത്. നിങ്ങളുടെ ബന്ധുവാണെന്നും അനിലിൻ്റെ ബന്ധുവാണെന്നും എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് അനിലിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞത്, എന്തായാലും എനിക്ക് അഭിരാമിനെ ഒന്നൊന്ന് കാണണം, ഒരു വീഡിയോ എടുക്കണം. നമ്മുടെ പ്രേക്ഷകരായിട്ടുള്ള ആൾക്കാരൊക്കെ ഒരു പക്ഷേ താങ്കൾക്ക് നാളെ, ഇന്നല്ലെങ്കിൽ നാളെ ആയാലും ഒരു ഫ്യൂച്ചർ ഉണ്ടാവുന്നതിന് വേണ്ടി, മനുഷ്യൻ്റെ കാര്യമില്ല, നമുക്കൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ. അതുപോലെ തന്നെ സംഗീതം പഠിച്ചിട്ടുണ്ടോ അഭിരാം? ഞാൻ 1ാം ക്ലാസ് തൊട്ട് ക്ലാസിക്കൽ പഠിക്കുന്നുണ്ട്. എവിടെ? കൊളുത്തുപുഴ തന്നെയാണ്? കൊളുത്തുപുഴ തന്നെയാണ്. കൊളുത്തുപുഴ ഒരു തിങ്കളകരിക്കത്ത് താമസിക്കുന്ന ശ്രീമതി ലതാകൃഷ്ണൻ്റെ അടുത്താണ്. ലതാകൃഷ്ണൻ എന്നാണോ ഗുരുവിൻ്റെ പേര്? ഗുരുവിൻ്റെ വീട്. 1ാം ക്ലാസ് തൊട്ട് പഠിക്കുന്നുണ്ട്. ഇപ്പോഴും പഠിക്കുന്നു. ഇപ്പോൾ 10 ആയതുകൊണ്ട് അങ്ങനെ പോകുന്നില്ലായിരുന്നു ക്ലാസ്സിനൊന്നും. ശരിക്കും നമ്മുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതല്ല. കാരണം താങ്കൾ പങ്കെടുത്ത 1-2 വേദികളുണ്ട്. അപ്പോൾ ആ വേദിയെക്കുറിച്ചിട്ടാണ് എനിക്ക് അറിയേണ്ടത്, നമ്മുടെ പ്രേക്ഷകർക്ക് അറിയേണ്ടത്. ഒരു മുട്ടുമുക്കാലും ആൾക്കാർ ഒരുപക്ഷെ അറിഞ്ഞിട്ടുണ്ടാവും. പലർക്കും ഈ ഒരു ഫേസ് അത്ര എന്താ പറയുന്നത്, പരിചിതമല്ലെങ്കിൽ പോലും ആ ഒരു പരിചിതത്തിന് വേണ്ടിയാണ് ഞാനിപ്പോൾ ഒരു വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ആ കാര്യങ്ങളൊന്ന് പറഞ്ഞു. അപ്പം ടോപ്പ് സിംഗർ സീസൺ 2 ഞാൻ ഫൈനൽ ഓഡിഷൻ വരെ ഉണ്ടായിരുന്നു. അതെനിക്ക് സി കേരളം, സരിഗമപ, ലിറ്റിൽ ചാംസിലും ഫൈനൽ ഓഡിഷൻ വരെ പോയായിരുന്നു. ബാക്കി അങ്ങോട്ട് പോയില്ല. എന്തു പറ്റി? എന്തായിരുന്നു കണ്ടിന്യൂ ചെയ്യാനൊക്കെ അത് പോയതിൻ്റെ കാരണം? ടോപ്പ് സിംഗർ എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ വലിയൊരു സ്റ്റേജിൽ കയറുന്നത്. അതിൻ്റെ ഒരു ടെൻഷൻ കാരണം ഇടയ്ക്ക് തൊണ്ട ഒന്ന് ക്രാക്കായി. ഞാൻ അറിഞ്ഞിരുന്നു, എന്നോട് പറഞ്ഞു എന്തോ ഒരു AC റൂമിലും കണ്ട് കിടന്നു, രാവിലെ ആയപ്പോഴത്തേക്ക് കോൾഡായില്ലേ, അങ്ങനെ എന്തോ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഞാൻ അറിഞ്ഞായിരുന്നു. ഞാൻ അത് പറഞ്ഞ് ഞാൻ 2 ദിവസം മുമ്പ് ഈ കാര്യങ്ങൾ ചർച്ച ചെയ്തായിരുന്നു. പിന്നീട് അതിനെക്കുറിച്ച് പിന്നെ അടുത്ത വർഷത്തേക്കൊന്നും ബാക്കി കാര്യങ്ങളൊന്നും ട്രൈ ചെയ്തില്ലയോ? പിന്നെ ഒന്നും ട്രൈ ചെയ്തില്ല. പിന്നെ ഇങ്ങനെ സരിഗമപയിൽ വന്നപ്പം ഒന്ന് ട്രൈ ചെയ്ത് അങ്ങനെ ഫൈനൽ ഓഡിഷൻ വരെ. ധനിധ പമ പദനിധ പമഗരി ഗമ പദനി സരി മഗരി സനിധ പമഗരി ഗമ പത്ത സരി ഗമ പനി സരി ഗമ പക്കാല സരി ഗമ പ ധനിധ പദ ധനി ഗരി നീ നിധ മഗരി സരി ഗമ രി ഗമ പ ഗമ പദ മപദനി ഗരി റിസ സനി നിധ ദബഗരി റിസ സനി നിധ ദബഗരി റിസ സനി നിധ ദബഗരി സനി ദബ സരി ഗമ പരി ഗമ പദ ഗമ പദനി ഗരി സനി ദ റിസ നിധ പ സനി ദബദ രി ഗമ പദ സ രി ഗമ പനി സ രി ഗമ പക്കാല. കഴിഞ്ഞുള്ള വർഷങ്ങളിലൊക്കെ ട്രൈ ചെയ്തില്ലായിരുന്നോ? അതാ ഞാൻ ചോദിക്കുന്നത്. അതിനുവേണ്ടിയുള്ള ശ്രമം നടത്തിയില്ലായിരുന്നു? ശ്രമം നടത്തിയില്ല. എന്ത് പറ്റി? അങ്ങനെ ഒന്നും കണ്ടില്ല TV-ലൊന്നും, അതുകൊണ്ട്. അല്ല, ഓഡിഷൻ ഉണ്ടായിരുന്നല്ലോ. എൻ്റെ ഓഡിഷനൊക്കെ പങ്കെടുക്കാൻ എന്തായിരുന്നു? ശ്രമിച്ചില്ല. പഠന കാര്യങ്ങളായിട്ടൊക്കെ പോകേണ്ടായിരിക്കും. പക്ഷേ അങ്ങനെയല്ല. നിങ്ങളെപ്പോലെ എന്താ പറയുക, നിങ്ങൾ കൊച്ചുകുട്ടിയാണെങ്കിൽ പോലും നിങ്ങൾ അസാധ്യമായിട്ട് പാടുന്നതായിട്ട് എനിക്ക് മനസ്സിലായി. തന്നെയല്ല, എന്താ പറയുക, പാട്ടുകൾ ഞാൻ കേട്ടപ്പോൾ തന്നെ എനിക്കത് മനസ്സിലായി. അപ്പം നിങ്ങൾക്കൊക്കെ നല്ല ഫ്യൂച്ചറുള്ള ആൾക്കാരാണ്. നിങ്ങളുടെയൊക്കെ ഈ ഒരു പ്രായത്തിൽ ഈ ഒരു കലാപരമായിട്ടുള്ള, പ്രത്യേകിച്ച് കുറച്ചും കൂടെ അതൊന്ന് തേച്ച് മിനുക്കി എടുത്തു കഴിഞ്ഞാൽ കുറേക്കൂടെ നല്ല ഒരു ലെവലിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും. കലയെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കലാരൂപമെന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും കിട്ടാത്തൊരു സംഭവം അല്ലേ? നമ്മൾ എത്ര സംഗീതം പഠിച്ചെന്ന് പറഞ്ഞാലും നമുക്ക് ദൈവഗതമായിട്ട് കിട്ടുന്ന ചില കഴിവുണ്ട്. അപ്പോൾ ആ കഴിവ് അസാധ്യമായിട്ട് എന്തായാലും താങ്കൾക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇനിയുള്ള എന്താ പറയുന്നത്, എന്താണ് അടുത്ത പരിപാടികൾ എന്തൊക്കെയാണ് സംഗീതമായിട്ട് ബന്ധപ്പെട്ട്? സംഗീതം ഒരു സൈഡിൽ കൂടെ കൊണ്ടുപോകാനാണ്. മനം കവർന്നൊരു രാധിക ഞാൻ, 1000 മയിൽ പീലികളായി വിരിഞ്ഞുപോയി കാമനകൾ, വൃന്ദാവനം രാഗസാന്ദ്രമായി, യമുനേ നീ ഉണരൂ, കോലക്കുഴൽ വിളി കേട്ടോ രാധേ, എൻ രാധേ,
കണ്ണൻ എന്നെ വിളിച്ചോ രാവിൽ ഈ രാവിൽ. 8 വർഷം കൊണ്ട് സംഗീതം പഠിക്കുന്നുണ്ടെങ്കിൽ പോലും ഇനി ഒരുപാട് പഠിച്ചാലും തീരാത്തതാണല്ലോ സംഗീതം എന്ന് പറയുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ തുടർന്ന് പഠിക്കാൻ ആഗ്രഹമുണ്ടോ? ഇനി ആഗ്രഹമുണ്ട്. ഈ പഠിപ്പിക്കുന്ന അതുകൊണ്ട് തൊട്ടടുത്ത് തന്നെയാണോ, ഈ പറഞ്ഞ കുളത്തൂപ്പുഴ തന്നെയാണോ? അല്ല, തിങ്കളരിക്കത്താ ഇപ്പം. തിങ്കളരിക്കത്ത് അതെവിടെ? എനിക്കറിയില്ല സ്ഥലം. അത് കുളത്തൂപ്പുഴ അടുത്താണ്. കുളത്തൂപ്പുഴ അതേ ഞാൻ ചോദിച്ചത്, കുളത്തൂപ്പുഴ തന്നെ ഞാൻ ചോദിച്ചത്. ഓക്കെ. ബസ് കയറി പോയാൽ മതി. വീട്ടിലെ ആരൊക്കെയാ? വീട്ടിലെ അമ്മ, അച്ഛൻ, ചേച്ചി. നിങ്ങൾ 4 പേരല്ലേ? 4 പേരാ. 4 പേര്. അപ്പോൾ നിങ്ങളാണ് ഏറ്റവും മൂത്താരാ? ചേച്ചി. ചേച്ചിയാണ് മൂത്തത്. ചേച്ചി എത്ര പഠിക്കുന്നു? ചേച്ചി ഇപ്പം ഡിഗ്രി സെക്കൻഡ് ഇയർ കഴിഞ്ഞ് നിൽക്കുകയാണ്. തൂമഞ്ഞിൻ നെഞ്ചിലൊതുങ്ങി മുന്നാഴി കനവ്, തേനോലും സാന്ത്വനമായി ആലോലം കാറ്റ്, സന്ധ്യാരാഗവും തീരവും വേർപിരിയും വേളയിൽ എന്തിനിന്നും വന്നു നീ പൂന്തിങ്കളേ, തൂമഞ്ഞിൻ നെഞ്ചിലൊതുങ്ങി മുന്നാഴി കനവ്, തേനോലും സാന്ത്വനമായി ആലോലം കാറ്റ്. അതുപോലെ തന്നെ ഇപ്പോൾ SSLC റിസൾട്ട് വന്നു. എങ്ങനെയായിരുന്നു മാർക്ക് ലിസ്റ്റും കാര്യങ്ങളൊക്കെ? 9 A+ ഒരു 9 A+ വരെ. ഏത് സ്കൂളിലാണ് പഠിച്ചത്? അവിടെ കുളത്തൂപ്പുഴ തന്നെയാണോ? അല്ല, ചന്ദനക്കാവ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. പുത്തിലഞ്ഞി ചോട്ടിൽ മലർമുത്തു കോർക്കാൻ പോകാം, ആന കേറാമേട്ടിൽ ഇനി 1000 കൊളുത്താം, ഇനിയും ഈ തൊടികളിൽ ഇളവേൽക്കാൻ മോഹം, ശ്രീരാഗമോ തേടുന്നു നീ വീണ തൻ പൊൻതന്തിയിൽ. ഒരു TV പ്രോഗ്രാമിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതല്ലാതെ മറ്റേതെങ്കിലും പ്രോഗ്രാമുകൾക്ക് പങ്കെടുത്തിട്ടുണ്ടോ? പ്രത്യേകിച്ച് വല്ല സ്റ്റേജ് പ്രോഗ്രാമോ അതല്ല തന്നെ ഉത്സവമായിട്ട് ബന്ധപ്പെട്ടിട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ടുണ്ടോ? ഉത്സവത്തിനൊക്കെ 2-3 പരിപാടിയൊക്കെ പോയിട്ടുണ്ട്. എന്തെങ്കിലും അനുമോദനങ്ങൾ കിട്ടിയിട്ടുണ്ടോ? ഒരിക്കൽ കൊട്ടാരക്കര ഞാനും ടീച്ചറും കൂടെ, എൻ്റെ മ്യൂസിക് ടീച്ചറും കൂടെ ഒരു പരിപാടിക്ക് പോയായിരുന്നു. അന്നാണെങ്കിൽ എനിക്ക് നല്ല പനിയായിരുന്നു. അതും വെച്ചോണ്ടാണ് ഞാൻ പാടിയത്. അന്ന് മറ്റേ ശങ്കര നാദശരീരം ഇത് പാടി, പനിയും വെച്ച് പാടിയത് എല്ലാവർക്കും മനസ്സിലായി. പനി ഉണ്ടെന്ന് എല്ലാവർക്കും മനസ്സിലായതിനു ശേഷം നോട്ടുമാലയൊക്കെ കിട്ടിയിരുന്നു. അതൊരു ജീവിതത്തിൽ അത് വലിയ സംഭവമായിരുന്നു, ഒരു സന്തോഷമായിരുന്നില്ലേ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അത് ഉണ്ടായത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ അഭിരാമിനെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യം മറക്കാതിരിക്കുക. ഒരു കൊച്ചു കലാകാരനാണ്. കൊച്ചു കലാകാരൻ എന്ന് പറഞ്ഞാൽ ഞാൻ അദ്ദേഹത്തിൻ്റെ ഏജ് വെച്ച് മാത്രമേ പറയത്തുള്ളൂ കൊച്ചു കലാകാരൻ. പക്ഷേ അദ്ദേഹത്തിൻ്റെ പാട്ടെന്ന് പറഞ്ഞാൽ അസാധ്യമായ പാട്ടുകൾ, അത് നമ്മൾ അംഗീകരിച്ച് കൊടുത്തേ പറ്റൂ. എന്തായാലും നിങ്ങൾ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. ഇദ്ദേഹത്തിനുള്ള എന്തെങ്കിലും ഓഫറുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇദ്ദേഹത്തെ കോൺടാക്റ്റ് ചെയ്യണം. ഇദ്ദേഹത്തെ കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ കൂടെ ഞാൻ നമ്മുടെ വീഡിയോയുടെ താഴെ ആഡ് ചെയ്തേക്കാം. അപ്പം എന്തായാലും അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.